സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്നു. പ്രചാരണം NDA സ്ഥാനാർത്ഥികൾ കൊഴുപ്പിക്കുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തിറങ്ങിയതോടെ കളം പിടിക്കാൻ UDFും രംഗത്തുണ്ട്. തിരുവനന്തപുരത്ത് LDF കൺവെൻഷനുകൾ ഇന്ന് നടക്കും. മുഖ്യമന്ത്രി കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, നമുക്കറിയാം അന്തരീക്ഷ താപനില ഉയരുകയാണ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഒക്കെയുണ്ട്. ഒപ്പം തന്നെ ഈ തിരഞ്ഞെടുപ്പ് ചൂടുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ താപനിലയും ഉയരുന്ന സാഹചര്യം എങ്ങനെ നോക്കിക്കാണാം? മൂന്ന് മുന്നണികളുടെയും പ്രചാരണത്തിന്റെ ഒരു സാധ്യത എങ്ങനെയാണ്? ലക്ഷ്മി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം. ഈ മാസം അവസാനത്തോടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴേക്കും പ്രചാരണ ചൂട് ഒരു പടി പിന്നിട്ട് മുന്നിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ ഏകദേശം ഒരു ചിത്രം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുന്നണികൾ ഇപ്പോൾ പ്രചാരണ രംഗത്ത് സജീവമായത്. NDA ഇതിനകം തന്നെ പ്രചാരണത്തിൽ ഒരു പടി പിന്നിട്ട് കഴിഞ്ഞു. തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങൾ നോക്കിയാൽ 2 മണ്ഡലങ്ങളിലും കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. ആറ്റിങ്ങലിൽ V മുരളീധരനും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരും മത്സരിക്കുന്നു. 2 മികവുറ്റ വ്യക്തിത്വങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലായിരുന്നാലും തിരുവനന്തപുരം മണ്ഡലത്തിനായിരുന്നാലും ഇതിനകം തന്നെ സ്ഥാനാർത്ഥികൾ നിരവധി പര്യടനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളിൽ നിന്നും വലിയ മികച്ച പ്രതികരണം ഇരു സ്ഥാനാർത്ഥികൾക്കും ലഭിക്കുന്നു എന്ന പ്രത്യേകതയാണ്. തിരുവനന്തപുരം മണ്ഡലത്തിലെ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വം കൂടി വന്നതോടെ ശശി തരൂരിന്റെ ഒരു ആഗോള പരിവേഷത്തിന് തീർച്ചയായും മങ്ങലേറ്റിട്ടുണ്ട്. അത് രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിത്വത്തിന്റെ, അതായത് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വത്തിന്റെ കൂടി ഒരു പിന്തുണ, അല്ലെങ്കിൽ ജനങ്ങൾ അത് ഏറ്റെടുത്ത ഒരു സാഹചര്യം, അത് സ്വാഭാവികമായും തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ചൂട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിലും കേന്ദ്രമന്ത്രി V മുരളീധരന്റെ മികവുറ്റ പ്രവർത്തനങ്ങൾ, വിദേശ കാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ ഇടപെടലുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു മികവുറ്റ സ്ഥാനാർത്ഥിയാണ് ആറ്റിങ്ങലിൽ മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ NDA തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള പ്രചാരണം ശക്തമാക്കി കഴിഞ്ഞു. അത് മറ്റ് മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇന്ന് BDJSന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി പൂർത്തിയാകുന്നതോടുകൂടി ചിത്രം ഏകദേശം വ്യക്തമാകും. എന്തായാലും ശക്തമായ മത്സരം സംസ്ഥാനത്തുണ്ട്. NDA ശക്തമായി തന്നെ മികവുറ്റ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി ഈ മത്സരത്തെ നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ്. അതേസമയം കോൺഗ്രസിന്റെ പട്ടിക കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വലിയ മാറ്റങ്ങൾ, വലിയ ട്വിസ്റ്റുകൾ. മുരളീധരനെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റ് ട്വിസ്റ്റുകളൊന്നുമില്ല. KC വേണുഗോപാൽ ആലപ്പുഴയിലും എത്തുന്നുണ്ട്. സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും. നേരത്തെ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന അഭിപ്രായമെല്ലാം ഉയർത്തിയിരുന്നു. എന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഈ തിരഞ്ഞെടുപ്പിൽ അവർ മറുപടി പറയേണ്ട ഒരു കാര്യം, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധിയോടൊപ്പം ആനി രാജ വയനാട്ടിൽ മത്സരിക്കുന്നു. കേന്ദ്രത്തിൽ പരസ്പരം കൈകോർക്കുകയും സംസ്ഥാനത്തെത്തുമ്പോൾ പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു രാഷ്ട്രീയം, അത് സ്വാഭാവികമായും കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വ്യക്തമാക്കേണ്ടി വരും. എന്തായാലും തിരഞ്ഞെടുപ്പ് കളം നിറഞ്ഞിരിക്കുന്നു. ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്തരീക്ഷ താപനില ഉയരുമ്പോൾ തിരഞ്ഞെടുപ്പ് ചൂട് വരും ദിവസങ്ങളിൽ അതിമൂർധന്യത്തിലായിരിക്കും മുന്നോട്ട്. ചന്തു, കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ BJPയിലേക്ക് എത്തിയതോടെ അത് വലിയൊരു ഞെട്ടലായിരുന്നു കോൺഗ്രസുകാർക്ക് ഉണ്ടാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങളെത്തി. അങ്ങനെ പത്മജ ഫാക്ടർ, നമുക്കറിയാം ലീഡറുടെ മകൾ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തുന്നു. അവർ പറഞ്ഞത് ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ ഒരു പാർട്ടി മാറണമെന്നൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല. കോൺഗ്രസിൽ നേരിട്ട അവഗണന കാരണം ഒരുപക്ഷെ ഈ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ വിട പറഞ്ഞ് ഈ നാട്ടിൽ നിന്ന് പോകണം എന്നുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു. കാരണം എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പറയാനൊരു ഉറച്ച നേതൃത്വമില്ല. പക്ഷേ BJPയുടെ കാര്യം അങ്ങനെയല്ല. കരുത്തുറ്റ ഒരു നേതൃത്വമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് അവർ അത് കൃത്യമായി പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് BJPയിലേക്ക് വന്നു. അവസാന നിമിഷം അങ്ങനെ ഒരുപക്ഷെ അങ്ങനെ ഒരു പാർട്ടി മാറുന്നത് ജനിച്ചതിന് ശേഷം ഇന്നലെ വരെ സംസാരിച്ചത്, തലേ ദിവസം വരെ കോൺഗ്രസ് ആയിരുന്നവർ BJPയിലേക്ക് വന്നതിൻ്റെ കാരണങ്ങൾ നിരത്തിയിരുന്നു. കോൺഗ്രസ്സുകാർക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. അണികളിൽ പ്രവർത്തകർക്കൊക്കെ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം വരെ ഉണ്ടായിരിക്കാം. കോൺഗ്രസിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ സംഭവിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് അത് വലിയ രീതിയിൽ കോൺഗ്രസിനെ ഉലച്ചിട്ടുണ്ട്. മാത്രമല്ല നമുക്കറിയാം AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെ രാഷ്ട്രീയ മാറ്റം BJPയിലേക്ക് വന്നതും അതും കോൺഗ്രസിന് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. എന്തായാലും ഈ പത്മജ ഫാക്ടർ, ഇപ്പോൾ സംഭവിച്ച ഈ പത്മജ ഫാക്ടറിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സർപ്രൈസ് ട്വിസ്റ്റുമായി K മുരളീധരൻ്റെ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിലെ ഒരു അംഗം എന്ന് പറയുന്ന തൃശ്ശൂരിലേക്ക് മാറ്റിയത് തന്നെ. അങ്ങനെ വടകരയിലും തൃശ്ശൂരിലും ഒരുപക്ഷെ ഇടത് വലത് സഖ്യം കൈകോർക്കുന്നു. ഈ ഇന്ത്യ മുന്നണി കേരളത്തിൽ ഒരുപക്ഷെ പ്രത്യക്ഷമായി ഇല്ലെങ്കിൽ പോലും തരത്തിൽ BJP ഫാക്ടറിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് കൈകോർക്കുന്നു എന്നൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം, എങ്ങനെ നോക്കിക്കാണാം?
ലക്ഷ്മി, പ്രധാനമായും ഇതിൽ നോക്കിക്കാണേണ്ടത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക, അന്തിമ പട്ടിക പുറത്തു വന്ന സമയത്താണ് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പ്രവേശിക്കുന്നതും കോൺഗ്രസിൽ അവർ നേരിട്ട അവഗണനയെക്കുറിച്ച് പറയുന്നതും. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം വന്ന പട്ടിക നോക്കിയാൽ അതിൽ ആകെ നൽകിയിരിക്കുന്ന സ്ത്രീ പ്രാതിനിധ്യം ആലത്തൂരിൽ രമ്യ ഹരിദാസിന് വീണ്ടും സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നു എന്നതല്ലാതെ മറ്റു സ്ത്രീകൾക്ക് സീറ്റ് നൽകിയിട്ടില്ല. ഇത് തന്നെയാണ് പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത്. കാരണം കോൺഗ്രസിനുള്ളിൽ സ്ത്രീകൾ നേരിടുന്ന അവഗണന, അവർക്ക് മുന്നോട്ട് വരാൻ അനുവദിക്കാത്ത തരത്തിൽ ഏതൊക്കെ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇടപെടൽ നടത്തുന്നത് എന്ന കാര്യങ്ങളിലൊക്കെ അവർ പറഞ്ഞിരുന്നു. എന്തായാലും കരുണാകരന്റെ മകളെ പോലെ ഈ സജീവമായി ഇത്രയും കാലം കോൺഗ്രസിൽ നിന്ന ഒരു വ്യക്തിത്വം എന്ന നിലയ്ക്ക് പത്മജ ഫാക്ടർ എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര അവഗണിച്ച് കളയാൻ കഴിയില്ല. കാരണം കരുണാകരൻ എന്ന നേതാവ് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവായിരുന്നു. അദ്ദേഹം കേന്ദ്ര തലത്തിലുമൊക്കെ അറിയപ്പെടുന്ന വലിയ നേതാവാണ്. ആ വലിയ കോൺഗ്രസ് നേതാവിന്റെ മകൾ സ്വാഭാവികമായും കോൺഗ്രസിൽ അവർ നേരിട്ട ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കോൺഗ്രസിൽ അവർ നേരിട്ട അവഗണനയെ തുടർന്ന് BJP-യിലേക്ക് എത്തുമ്പോൾ അത് കോൺഗ്രസിന് ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കിടയിൽ ഉത്തരം പറയേണ്ടി വരും, മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതുപോലെ തന്നെ ഒരു മുതിർന്ന നേതാവായ AK ആന്റണിയുടെ മകൻ ഇപ്പോൾ BJP-യിലാണ്. ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJP ഉയർത്തുന്ന ഈ ചോദ്യത്തിന് കോൺഗ്രസിൽ നിന്നും ഉള്ള ഒഴുക്ക്, BJP-യിലേക്കുള്ള ഒഴുക്ക്, അതും മുതിർന്ന നേതാക്കളുടെ ഈ പിൻതലമുറക്കാർ തന്നെ BJP-യിലേക്ക് എത്തുന്നു. നരേന്ദ്രമോദി സർക്കാരിൽ ആകർഷകരായി, പ്രധാനമന്ത്രിയിൽ ആകർഷകരായി അവർ BJP-യിലേക്ക് എത്തുന്നു. അപ്പോൾ അതിന് സ്വാഭാവികമായും ഉത്തരം പറയേണ്ടി വരും. കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് പോലെ പരിഹാസം കൊണ്ടോ അവഗണന കൊണ്ടോ ഒക്കെ ഇതിനെ മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. തെരഞ്ഞെടുപ്പിൽ ഇതിൽ കൃത്യമായ മറുപടി, അത് സംസ്ഥാനത്ത് മാത്രമല്ല ഭാരതത്തിൽ ഉടനീളം കോൺഗ്രസിന് ഇതിന്റെ മറുപടി പറയേണ്ടി വരും. അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മുന്നണിയുടെ ഭാഗമായി കേന്ദ്രത്തിൽ നിൽക്കുന്നവർ ഇവിടെ മത്സരിക്കുന്നു എന്ന ഒരു വൈരുദ്ധ്യം കൂടി നിലനിൽക്കുന്നു. എന്തായാലും തിരഞ്ഞെടുപ്പ് ഇനി വരും ദിവസങ്ങളിൽ അതിന്റെ ചൂട് കൂടുതൽ ശക്തമാകുമ്പോൾ കൃത്യമായ ആരോപണ പ്രത്യാരോപണങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ വിശദീകരണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും തീർച്ചയായും. മാത്രമല്ല കോൺഗ്രസ് കലങ്ങി മറിഞ്ഞിരിക്കുന്നു. അത് ഒന്നുകൂടി വിലയിരുത്തിയാൽ ചന്തു, കാരണം TN പ്രതാപൻ വലിയ രീതിയിൽ ഒരുപക്ഷെ ആദ്യം പരാജയമാണത്ത് പിന്മാറാൻ ഒരുങ്ങിയാണ് എന്നൊക്കെയുള്ള സൂചനകൾ വന്നിരുന്നു. പക്ഷേ സിറ്റിംഗ് MP-മാർ മത്സരിക്കണമെന്നൊരു നിർദ്ദേശം വന്നതോടുകൂടി വലിയ രീതിയിൽ പണം ഒഴുക്കി അവിടെ നമുക്കറിയാം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്നൊരു ആലോചനയിലേക്ക്, അല്ലെങ്കിൽ ഒരു 2 മാസത്തിനപ്പുറം ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്നൊരു പ്രതീതി അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ചൂട് കണക്കാത്ത സാഹചര്യത്തിൽ തന്നെയും ഈ രാഷ്ട്രീയ കേരളം ചൂടുപിടിക്കാത്ത സാഹചര്യത്തിൽ പോലും തൃശ്ശൂരിൽ പ്രതാപന് വേണ്ടി ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു. അത്തരത്തിൽ പണം ഒഴുക്കിക്കൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രതാപൻ ഇറങ്ങിയത്. ഇത്തരത്തിൽ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുന്നൊരു വേദന പ്രതാപനുണ്ട്. പക്ഷേ നിയമസഭാ സീറ്റ് നൽകാം എന്ന് പറഞ്ഞു. പക്ഷേ അസംബ്ലി ഇലക്ഷൻ വരെ പ്രതാപൻ ഈ സ്ഥാനമാനങ്ങളൊന്നുമില്ലാതെ ഇരിക്കണം എന്നുള്ളത് അത് പ്രതാപന്റെ ഒരുപക്ഷെ അനുകൂലികൾക്കിടയിലും വലിയ രീതിയിലുള്ള എതിർപ്പ് ശക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഒരുപക്ഷെ K മുരളീധരനോട് ആലോചിക്കാതെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് പത്മജ ഫാക്ടറിനെ ചേർക്കാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് മാറ്റിയത് എന്നുള്ളതിൽ മുരളീധരനും വലിയ രീതിയിൽ അമർഷമുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇടത് വലത് അന്തർധാര വടകരയിലും തൃശ്ശൂരിലും സജീവമാണ് എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ഈ കോൺഗ്രസിനുള്ളിൽ പുകയുന്ന ഈ അമർഷമുണ്ടല്ലോ, അത് തിരിച്ചടിയായേക്കാം. ഒരുപക്ഷെ നേമത്ത് മത്സരിച്ചപ്പോഴേതുപോലെ തന്നെ തൃശ്ശൂരിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടേക്കാം എന്ന് K മുരളീധരനൊരു ആശങ്കയുണ്ട്. അത് ചെറുതുമല്ല. തീർച്ചയായിട്ടും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ K മുരളീധരനെ രംഗത്തിറക്കി ഈ ഒരു തെരഞ്ഞെടുപ്പ് അത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിലയിലേക്ക് കോൺഗ്രസിന് കൊണ്ടുപോകാം, അല്ലെങ്കിൽ കോൺഗ്രസിനെ അതിൽ ഒരു അപ്രമാദിത്വം ഉറപ്പിക്കാം എന്ന തരത്തിലേക്കുള്ള ഒരു നീക്കം, ആ ഒരു നീക്കത്തിനാണ് K മുരളീധരനെ അവസാനം തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. അതും പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശവുമായിട്ട് തീർച്ചയായിട്ടും ബന്ധമുണ്ട്. കാരണം അവസാന നിമിഷത്തിൽ ഇത്തരത്തിലൊരു ട്വിസ്റ്റ് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് എത്തുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് അവർ മുന്നിൽ കണ്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയാണ് അവസാനം K മുരളീധരനെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കാൻ ഇറക്കുന്നതും വടകരയിൽ മാറ്റം സംഭവിക്കുന്നതും. അവിടെ ഷാഫി പറമ്പിലിനെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്ന ഷാഫി തന്നെ നേരത്തെ അദ്ദേഹത്തോട് അടുപ്പമുള്ളവരോട് ഈ കാര്യത്തിൽ അതൃപ്തിയൊക്കെ പ്രകടമാക്കിയതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഈ പ്രതാപൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മാറി നിൽക്കുന്നു. സിറ്റിംഗ് MP-മാരെ മത്സരിക്കാൻ ശ്രമിക്കുമ്പോഴും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ പ്രതാപന് വേണ്ടിയിട്ടുള്ള പ്രചാരണങ്ങൾ അവിടെ തുടങ്ങിയ സാഹചര്യത്തിൽ കൂടി അവസാന നിമിഷത്തെ ഈ
ട്വിസ്റ്റ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പത്മജയുടെ BJP പ്രവേശനം അതിനെ എങ്ങനെ നേരിടാം, അത് തിരിച്ചടിയാകും എന്ന ഒരു കൃത്യമായ വിലയിരുത്തൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കൊണ്ട് മാത്രം ആ ഒരു ഫാക്ടർ വെച്ച് മാത്രം ഇവിടെ സീറ്റുകൾ നേടാൻ കഴിയില്ല. കാരണം BJP ശക്തമായ ഒരു മത്സരം, NDA സംസ്ഥാനത്ത് ശക്തമായ ഒരു മത്സരം ഇത്തവണ കാഴ്ചവെക്കുന്നു. വളരെ പ്രമുഖരായ പക്ഷേ ചന്തു, വയനാട് MPക്കെതിരെയും വലിയ രീതിയിലുള്ള ജനരോഷം നമുക്കറിയാം. വന്യമൃഗശല്യത്തിൽ പ്രത്യേകിച്ച് വയനാട് MP ഒന്നും ചെയ്യുന്നില്ല എന്നൊരു ആക്ഷേപം ശക്തമാണ് അവിടങ്ങളിലെല്ലാം. ലക്ഷ്മി, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും സംസ്ഥാന സർക്കാരിനും LDF-നും UDF-നും കൃത്യമായും ജനങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുണ്ട്. വയനാട്ടിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തിയ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ ഒരു വിശദീകരണം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ലക്ഷ്മി പറഞ്ഞ ഈ വന്യജീവി ആക്രമണങ്ങളുടെ കാര്യത്തിൽ ഉത്തരം പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്യജീവികളുടെ ആക്രമണം വലിയ തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. വേനൽ അധികമാകുന്ന സമയം വന്യമൃഗങ്ങൾ വെള്ളവും ആഹാരവും ഒക്കെ തേടി കാട്ടിൽ നിന്നും അധികമായി നാട്ടിലേക്ക് ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നത് വസ്തുത തന്നെയാണ്. അടിക്കടി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉന്നതതല യോഗങ്ങൾ ചേരുന്നു. ആ ഉന്നതതല യോഗങ്ങൾ കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ആ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ പ്രധാനമായും സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ ജീവിക്കുന്ന ജനങ്ങൾ അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നതിന്, കുട്ടികളുടെ വിദ്യാഭ്യാസം, തൊഴിൽപരമായ ആവശ്യങ്ങൾക്കൊക്കെ പുറത്തിറങ്ങുന്നതിന് ഇപ്പോൾ വന്യമൃഗങ്ങളെ പേടിക്കേണ്ട അവസ്ഥ വരുന്നു. അവിടെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും മത്സരിക്കുമ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് എന്തിടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന ഒരു ചോദ്യം പ്രസക്തമാകുന്ന. അത്തരം ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി ഇതിൽ UDF-ന് നൽകേണ്ടി വരും. ഇടത് സർക്കാർ ആണ് ഈ ഉന്നതതല യോഗം മറ്റ് കാര്യങ്ങളുമൊക്കെ വിളിക്കുകയും അതുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ, പക്ഷേ ഈ MP എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ചെയ്ത കാര്യങ്ങളിൽ ഒരു കൃത്യമായ മറുപടി ജനങ്ങൾക്ക് നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ, നിരവധി വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചയാകും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം പൂർത്തിയായ സാഹചര്യത്തിൽ നിന്ന് BDJS-ന്റെ സ്ഥാനാർത്ഥികളുടെ കൂടെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ സംസ്ഥാനത്ത് ആകമാനം ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തന്നെ എത്തി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പ്രധാനമായും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചയാകും. അവിടെ BJP NDA സ്ഥാനാർത്ഥികൾ, പ്രമുഖരായ സ്ഥാനാർത്ഥികൾ, കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ, സമീപനങ്ങൾ, ജനങ്ങൾക്ക് അനുകൂലമായ, ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന പ്രവർത്തനങ്ങൾ, അത്തരം പ്രവർത്തനങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള പ്രചാരണം ഇതിനകം തന്നെ മുന്നോട്ട് പോയതും സംസ്ഥാനത്ത് ഇടത് വലത് മുന്നണികൾക്ക് തിരിച്ചടി. ഈ LDF കൺവെൻഷനുകൾ ഇന്ന് നടക്കാൻ പോകുന്ന സാഹചര്യമുണ്ടല്ലോ. മുഖ്യമന്ത്രി കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്യും എന്നും അറിയാൻ സാധിക്കുന്നു. ഈ LDF-ന്റെ കാര്യമെടുത്താൽ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ എത്രത്തോളം വലിയ പരാജയമാണെന്ന് അതിങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം ടൈമും കൂടി കിട്ടിയതോടുകൂടി ധൂർത്തുണ്ട്, അഴിമതിയുണ്ട്, കെടുകാര്യസ്ഥത മൂലം ഖജനാവ് കാലിയാകുന്ന സാഹചര്യം, പെൻഷനുകളുടെ കുടിശ്ശികയുണ്ട്. മാത്രമല്ല സംസ്ഥാനത്ത് ചരിത്രത്തിൽ ആദ്യമായി ഇത്തരത്തിൽ ശമ്പളം മുടങ്ങിയ ഒരു സാഹചര്യം വരെ ഉണ്ടായത്. 2-3 ഘട്ടങ്ങളിലായിട്ടൊക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. കേന്ദ്രത്തിന്റെ സമീപനമാണ് എന്ന് പറഞ്ഞ് ക്യാപ്സൂളുകൾ ഇറക്കി എത്രത്തോളം തടിയുരാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും കേന്ദ്രം കൊടുക്കുന്ന ഒരു വിഹിതം വെച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്ന ഒട്ടുമുഖ എല്ലാ മലയാളികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രചാരണ പരിപാടികൾക്ക് രൂപം കൊടുത്ത് സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്കിടയിലേക്ക് പ്രചാരണത്തിന് ഇറങ്ങി ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തു മറുപടി നൽകാൻ സാധിക്കുമെന്നുള്ളതാണ്. അത്ര ക്യാപ്സൂളുകൾ അണികൾക്ക് മാത്രമല്ലേ അത് ബാധകമാവുകയുള്ളൂ. ലക്ഷ്മി, ഇതിൽ പ്രധാനമായും LDF-ന്റെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ അവർ നേരത്തെ ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിനെ പഴിചാരി മറ്റു കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നതിനുള്ള ഒരു സമീപനം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സാമ്പത്തിക പ്രതിസന്ധിയിലടക്കം കൃത്യമായും കേന്ദ്രം എത്ര തുക നൽകിയിട്ടുണ്ടെന്നുള്ള കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ധനമന്ത്രി തന്നെ പരസ്യമായി ഇത്തരം കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനൊന്നും മറുപടി പറയാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അത് ഇതിനകം തന്നെ സംസ്ഥാന സർക്കാരിന് എത്രമാത്രം ഫലവത്തായി പറയാൻ കഴിയും. ക്യാപ്സ്യൂളുകൾ ഇറക്കിയാൽ പോലും അത് ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എത്ര ഇടങ്ങളിൽ ഇത്തരത്തിൽ മറുപടി പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയും എന്ന ഒരു ചോദ്യം പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും LDF പ്രചാരണ രംഗത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നു. അതിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളാണ് ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെയും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെയും തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ആറ്റിങ്ങലിലെ കൺവെൻഷൻ മാമത്തും, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കൺവെൻഷൻ
കൺവെൻഷൻ പുത്തരിക്കണ്ടം മൈതാനത്തിലുമാണ് ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞ സാഹചര്യത്തിൽ ഇത്തരം കൺവെൻഷനുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രചാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. അപ്പോൾ സ്വാഭാവികമായും ഈ സാമ്പത്തിക പ്രതിസന്ധി, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയ കാര്യം, സപ്ലൈകോയുടെ പ്രതിസന്ധി, KSRTCക്ക് ശമ്പളം നൽകുന്നില്ല, ക്ഷേമ പെൻഷൻ വിതരണം 7 മാസമായി നിലച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ വിശദീകരണം സർക്കാരിന് നൽകേണ്ടി വരും. അത് സ്വാഭാവികമായും സർക്കാരിന്റെ ഈ പ്രവർത്തനം, രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ്, അല്ലെങ്കിൽ അത് പ്രായോഗികമല്ല, അത് കൃത്യമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലേക്ക് രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്ന തരത്തിൽ ജനവികാരം സർക്കാരിന് എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജനങ്ങളുടെ കടുത്ത അമർഷത്തിൽ അതിനെ നേരിടാൻ LDF എന്ത് തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുമെന്ന കാര്യവും നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് അവരുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ, LDFന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്യും. വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ ഈ മറ്റ് മണ്ഡലങ്ങളിലേക്കൊക്കെ പര്യടനം നടത്തുന്ന സാഹചര്യത്തിൽ ഇതിൽ കൃത്യമായ വിശദീകരണം നൽകേണ്ടി വരും. അപ്പോഴും പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇപ്പോഴും തുടരുന്ന മൗനം, വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്ത് ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ പുലർത്തുന്ന മൗനം പ്രധാനമായും ചോദ്യം ചെയ്യപ്പെടുന്നു. മുഖ്യമന്ത്രി ഇതിൽ എന്ത് മറുപടി നൽകും എന്ന കാര്യവും ജനങ്ങൾ. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ LDF കൺവീനർ മാത്രമാണ്, അത് പോലീസ് അന്വേഷിക്കുന്നതാണ് എന്ന് പറഞ്ഞാണ് EP ജയരാജൻ കൈയൊഴിഞ്ഞത്. എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ തിരഞ്ഞെടുപ്പ് തീയതികൾ അടുത്ത് തന്നെ പ്രഖ്യാപിക്കാനിരിക്കെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിയുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം 3 മുന്നണികളുടെയും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. NDA സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞ പ്രചാരണ രംഗത്തുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ പുറത്തിറങ്ങിയതോടെ കളം പിടിക്കാൻ UDFും രംഗത്തുണ്ട്. ജനദ്രോഹപരമായ നടപടികൾ കൊണ്ട് ഭരിച്ച് ഖജനാവ് ഉൾപ്പെടെ മുടിക്കുന്ന CPMനെ കൂടി മുൻനിർത്തി LDFക്കാർ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടും, സ്ഥാനാർത്ഥികൾ എങ്ങനെ പ്രതിരോധിക്കും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ എന്നുള്ളതാണ് നോക്കിക്കണ്ടത്. എന്തായാലും LDF കൺവെൻഷനുകളും ഇന്ന് നടക്കാനിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ നൽകിയത്.